ബൈ നോ മീൻസ് ഇത് ഒരു ഇഡിയം ആണ്. ഇതിൻ്റെ മീനിങ് തീർച്ചയായും അല്ല, ഒരു തരത്തിലും അല്ല. ഇൻ നോ വേ, നോട്ട് അറ്റ് ഓൾ. ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എംഫസൈസ് ചെയ്യുന്നതിന് വേണ്ടി, കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ബൈ നോ മീൻസ്. ബൈ നോ മീൻസ് ഹീസ് ഇന്നസെൻറ്റ്. ഒരു തരത്തിലും അവൻ ഇന്നസെൻറ്റ് അല്ല. ഇന്നസെൻറ്റ് എന്നാൽ നിഷ്കളങ്കമായത്. തീർച്ചയായും അവൻ നിഷ്കളങ്കൻ അല്ല. ഷീ ഈസ് ബൈ നോ മീൻസ് ആൻ ഇൻഎക്സ്പീരിയൻസ്ഡ് ടീച്ചർ. അവൾ തീർച്ചയായും പരിചയസമ്പന്നതയില്ലാത്ത ഒരു ടീച്ചർ അല്ല. അതിനർത്ഥം അവൾ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ടീച്ചർ ആണ്. വേറൊരു സിറ്റുവേഷൻ പറയട്ടെ. ഒരാളോട് നമ്മൾ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു. സംസാരത്തിനിടയിൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ അയാൾക്ക് കുറച്ച് ദേഷ്യം തോന്നിയതുപോലെ നമുക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് പറയാം, അയ്യോ, ഞാൻ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനായി ഉദ്ദേശിച്ചില്ല കേട്ടോ. ഐ ഡിഡൻറ്റ് ഇൻറ്റൻഡ് ടു ഒഫൻഡ് യു ബൈ എനി മീൻസ്. ഞാൻ ഒരു തരത്തിലും നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനായി ആഗ്രഹിച്ചില്ല അല്ലെങ്കിൽ ഉദ്ദേശിച്ചില്ല. ഇത് നമുക്ക് ബൈ നോ മീൻസ് ഉപയോഗിച്ചിട്ട് പറയാം. ബൈ നോ മീൻസ് ഡിഡ് ഐ ഇൻറ്റൻഡ് ടു ഒഫൻഡ് യു. ബൈ നോ മീൻസ് ഡിഡ് ഐ ഇൻറ്റൻഡ് ടു ഒഫൻഡ് യു. ഇവിടെ നോ മീൻസ് കഴിഞ്ഞിട്ട് ഡിഡ് ഐ എന്ന് ഉപയോഗിച്ചു. അതിന് കാര്യം എന്താണെന്നറിയോ? നെഗറ്റീവ് സ്ട്രക്ചറാണ് ബൈ നോ മീൻസ്. അതുകൊണ്ട് സബ്ജക്റ്റും ഓക്സിലറി വേർബും തമ്മിൽ ഒരു ഇൻവേർഷൻ വേണ്ടി വന്നു. അപ്പോൾ ബൈ നോ മീൻസ് എന്നാൽ ഒരു അഡ്വാൻസ് സ്ട്രക്ചറാണ്. ഈ ഒരു അഡ്വാൻസ് സ്ട്രക്ചർ നിങ്ങളുടെ സെൻറ്റൻസസിൽ ഉപയോഗിച്ച് ശീലിക്കുക.